ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. മമ്മി എന്നെ വിളിച്ച് കുട്ടി വിളിച്ചായിരുന്നു, ഓടി വന്നു. എന്ത് പറ്റി മോനെ വിളിച്ചു അങ്ങനെ പറഞ്ഞു. അർജുൻ നോക്കി ഷോക്കായി പോയി. അതെ, അർജുൻ നോക്കി ഷോക്കായി. ജിമ്മി നോക്കാൻ തുടങ്ങി. ഇവൻ എടുക്കാൻ നോക്കുന്നത്, ഓ എൻ്റെ വൈഫിനെ നോക്കുന്നാടോ, മിസ്സിസ് വൈഫ്, ഇതെൻ്റെ വൈഫാണ്. അർജുനോട് ഷോക്കായി. എന്ത് ഇവൻ ഇവിടെ ചെയ്യാം, കണ്ടുകാതിരുന്നു. എന്ത് പറ്റി ജിമ്മി? ഒന്നുമില്ല, ഇവനെ അവൻ്റെ ഫിയാൻസിനും കാണുമെന്നത്. ഫിയാൻസിയാ? ആരാ ഫിയാൻസി? അങ്ങനെ ജിമ്മിനെ യഥാർത്ഥം നോക്കും. ജിമ്മിന് പറഞ്ഞു, എന്താ ഇവന് വിളിക്കുന്നത്? ഒന്നുമില്ല, ഇവൻ എന്നെ വിളിക്കുകയാണോ അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് കയ്യിലൊരു കുട്ടി ഉണ്ടായിരുന്നു കയ്യിൽ. അത് കണ്ട് ഇവന് കൺഫ്യൂസായി. കുട്ടിയാ കുഞ്ഞിയാ, ഇതാരാ കുട്ടിയാ എന്നെ പറഞ്ഞായിരുന്നു. അത് ജങ്കുക്ക് വന്നു. അതെ, ജങ്കുക്ക് വന്നായിരുന്നു. എന്താ? ജിമ്മിൻ്റെ ചേട്ടന് വന്നായിരുന്നു. ജിമ്മിൻ്റെ ചേട്ടൻ്റെ കുട്ടിയായിരുന്നു. ജിമ്മിന് കയ്യിൽ കൊടുത്തു. ചേട്ടാ കുട്ടി ഇതാ പിടിച്ചോന്ന്. ശരി ഓക്കെടാ, ഞാൻ പോവാം. അവർ പോയി. അർജുൻ കൺഫ്യൂസായി. അർജുൻ കളിക്കായിരുന്നു. നിങ്ങളെന്താ ചെയ്യണം? ജിമ്മിൻ്റെ അമ്മി പറയാൻ തുടങ്ങി, എടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ലേ? അമ്മ ശരി അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി. അർജുൻ ഫോളോ ചെയ്ത് വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ അർജുൻ ഇങ്ങനെ വന്നായിരുന്നു. അങ്ങനെ അകത്ത് വന്നിരുന്നു. അങ്ങനെ അർജുൻ ഇങ്ങനെ അകത്ത് വന്നു. ഇങ്ങനെ ഡോക്ടർ ചോദിച്ചു, എന്ത് ചോദിക്കുന്നു? ഇല്ല, ജിമ്മിന് പറഞ്ഞു, എനിക്ക് കിട്ടി, ഇവന് ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, കൺഗ്രസ് സർ, നിങ്ങളെ വൈഫ് വരുന്നിട്ടാണ്, പിന്നെ ഇതെല്ലാം ഫുഡെല്ലാം കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയുന്നത്. അർജുനക്ക് തലയിൽ ഇടി വീണു. എനിക്ക് എന്ത് ഇവൾക്കും ബേബി അങ്ങനെ ഫോമാണ്. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. കുട്ടി ജനിച്ചു. അങ്ങനെ ട്വിൻസാണ്, ഗേൾ ബേബി ബോയ് ബേബി. ഫസ്റ്റ് ഗേൾ ബേബി, നെക്സ്റ്റ് ബോയ് ബേബി. അങ്ങനെ ഹാപ്പി ഫാമിലി റൺ ചെയ്യാൻ തുടങ്ങി. ജിമ്മിന് ഭയങ്കര ബിസി ആയിരുന്നു. മിലിറ്ററിക്കും ഒന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. ജിമ്മിന് ഓരോന്ന് എന്ത് ചെയ്യാൻ. അർജുനക്ക് കൺഫ്യൂസ് ആയിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. അർജുനക്ക് ഒന്നും മനസ്സിലായില്ല. അർജുൻ്റെ വൈഫും കൂടെ എപ്പോൾ ദിവസം നമുക്ക് തല്ലി ഉണ്ടാക്കാനായിരുന്നു. അങ്ങനെ അർജുൻ ഭയങ്കര ഡ്രിങ്ക്സ് അടിക്കാൻ തുടങ്ങി. ഡ്രിങ്ക്സ് അടിച്ചായി പൂർണ്ണ ടെൻഷനായിരുന്നു. എനിക്ക് കിട്ടാതെ പോയില്ല. അർജുന് കുറച്ച് ടെൻഷനായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൺഫ്യൂസ് ആയിരുന്നു. അങ്ങനെയായിട്ട് അർജുൻ പറയാൻ തുടങ്ങി, ഒന്നും നടക്കുന്നില്ലായിരുന്നു. നമുക്ക് ഒരു പണം കിട്ടില്ല. ഞാൻ അവളെ മാരേജ് കഴിച്ച പണം സ്വത്തെടുക്കാൻ നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ട് മാരേജ് കഴിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ അർജുനോട് അമ്മ പറയാൻ തുടങ്ങി. അതുമാത്രമല്ല, പ്രിയക്ക് ഒരു അനിയത്തി ഉണ്ട് അറിയോ? അവൾ ഹോസ്റ്റലിൽ പഠിക്കുകയാണ്. എന്ത് ഹോസ്റ്റലിൽ പഠിക്കുകയാണോ? അതെ, നീ അവളെ മാരേജ് കഴിച്ചോ? ശരി അമ്മ. പിന്നെ സ്വത്തും പിന്നെ എനിക്ക് റിവെഞ്ച് എടുക്കണം. അങ്ങനെ കുടിക്കാൻ തുടങ്ങി. അങ്ങനെ അവൾക്ക് ഇപ്പോൾ 18 വയസ്സ് നടക്കാൻ പോകുന്നതാണ് പറഞ്ഞു. ശരി അമ്മ, അത് നോക്കിക്കോളാം എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ജോലിക്ക് പോകാൻ തുടങ്ങി അർജുൻ. അങ്ങനെ കൊണ്ട് അർജുൻ്റെ വൈഫ് കൂടെ ഡിവോഴ്സ് ചെയ്തായിരുന്നു. അവൾ ഇവിടെ ഇവൻ ടോർച്ചർ ചെയ്യുന്നത് കൊണ്ട് അവൻ ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് വൈഫ് ഡിവോഴ്സ് ചെയ്ത് പോയിരുന്നു. അവൻ മിരട്ടിയിട്ട് അങ്ങനെ വൈഫ് പോയിരുന്നു. അങ്ങനെ കൊണ്ട് അർജുൻ കുറച്ച് ടെൻഷനായിരുന്നു. അങ്ങനെ കൊണ്ട് എല്ലാം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഇപ്പം ജിമ്മിനിക്ക് ബേബീനെ കൂടെ ക്യാരിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അതെ, ഹീറോയിൻ ഓമിക്ക് ഇഷ്ടമില്ലായിരുന്നു. മാരേജ് കഴിച്ചതെന്ന് പറയാൻ അറിഞ്ഞായിരുന്നു. അർജുൻ അവരോട് പറഞ്ഞു, എനിക്ക് മാരേജ് ആയും എന്താ ഹസ്ബൻഡ് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡോട് ഇങ്ങനെ പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ അർജുൻ പറഞ്ഞു, എൻ്റെ വൈഫ് ശരിയില്ല. അങ്ങനെ കയറി നാട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി. നിങ്ങളെ മോളുണ്ട്, എനിക്ക് കല്യാണം കഴിച്ചാൽ. ഞാൻ അർജുനോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാൻ എനിക്കറിയില്ല. അമ്മ പറയാൻ തുടങ്ങി, നീ എൻ്റെ ചെറിയ മോളെ കഴിക്കുക. കുറച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഏജ് ഗ്യാപ്പ് ഉണ്ട്. ഞാൻ എൻ്റെ മകളത്തെ മങ്ങളയച്ച് കൊടുക്കാമെന്ന് കാര്യം പറഞ്ഞു കേട്ടു. ഇത് കേട്ട് ഷോക്കായി പോയി. പ്രിയാൻ്റെ അച്ഛനക്ക് ഷോക്കായി പോയി. എന്താ എൻ്റെ രണ്ടാമത്തെ മകൾക്ക് ഇവനെ കല്യാണം കഴിപ്പിക്കണം? ഇവനെ ഓൾറെഡി ഡിവോഴ്സായി. ശരിയാക്കണം അർജുൻ. ഇങ്ങനെ അവർ പോയി. രണ്ടുപേരും വൈഫ് പറയാൻ തുടങ്ങി, ഞാൻ പുറത്ത് പോയിട്ട് ഷോപ്പിംഗ് പോയിട്ട് വരാം. ഇങ്ങനെ ഒരു ഫോൺ അടിച്ചു. അത് കൊറിയക്ക് വന്നിട്ട്, ഹലോ അച്ഛാ, എന്ത് പറ്റി അച്ഛാ? നടന്ന കാര്യം പറഞ്ഞു. ഇത് കേട്ട് ഷോക്കായി പോയി. എന്താ അച്ഛാ, സത്യമാണോ? ശരി, ഇങ്ങനെ ടെൻഷനാണ് തുടങ്ങി. ശരി അച്ഛൻ, ഞാൻ വരാം അച്ഛാ. ശരി ഓക്കെ, ഞാൻ പറഞ്ഞു മതി. അച്ഛനോട് പ്ലാൻ പറയാൻ തുടങ്ങി. ശരി മോളെ, ശരി ഓക്കെ അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ നടക്കാൻ തുടങ്ങി. ജിമ്മിന് വന്ന്, ഹായ് ബേബി, എന്താ പറ്റി? ടെൻഷനായി പോയി. കുട്ടിയോട് പറയാം, നിൻ്റെ അമ്മ അല്ലാതെ ടെൻഷനാ? എന്താ ടെൻഷൻ പാർട്ടിയായോ? അങ്ങനെ ജിമ്മിന് വന്ന് നോക്കുമ്പോൾ ടെൻഷനായിരുന്നു. അങ്ങനെ എന്ത് പറ്റി? നടന്നത് ജിമ്മിനോട് പറയാം. ജിമ്മിക്ക് ടെൻഷനായി. എന്താ ഇത് സംഭവിച്ചോ? ശരി ഓക്കെ, നിൻ്റെ അനിയത്തി എന്താ പഠിക്കുക? അതെ, ഇപ്പോൾ എൻ്റെ അനിയത്തി പഠിച്ചിരുന്നിട്ട്. അതെ, എൻ്റെ അനിയത്തി ഇപ്പോൾ പഠിക്കുകയാണോ? അതെ, ഇപ്പോൾ ഇപ്പോൾ കോളേജ് പഠിക്കാമായിരുന്നല്ലേ? ഫസ്റ്റ് ഇയറും ഇവിടെ ജോയിൻ ചെയ്യാണ്. ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യണതാണോ? അതെ, ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പോൾ എന്താ ചെയ്യുക? അതെ, ഇപ്പോൾ അവൾക്ക് 18 ആയി. ശരി, ഇവിടേക്ക് ജോയിൻ ചെയ്യാം.
എന്താ ഞാൻ പറയണത്? അതെ, നീ പോയിട്ട് സീറ്റ് എടുത്തോണ്ട് വാ. ശരി, ഓക്കെ. ഹലോ, അച്ഛനോട് പറഞ്ഞു. ശരി, ഞാൻ അച്ഛനോട് പറയാം. അച്ഛൻ കോൾ ചെയ്ത് പറഞ്ഞു. ശരിപ്പാ. എല്ലാം പോയിട്ട് സ്കൂളിലേക്ക് പോയി ഇത് സർട്ടിഫിക്കറ്റ് മേങ്ങി. അത് നിങ്ങളെ മോൾക്ക് അതല്ല, എൻ്റെ മോൾക്ക് ഞാൻ വേറെ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോവാം അങ്ങനെ പറഞ്ഞു. എവിടെയാണ്? അത് ഒരു ഫ്രണ്ടായിരുന്നു പ്രിൻസിപ്പളോട് നടന്നു കയറി പറഞ്ഞു, ഞാൻ വേറെ കോളേജിൽ ജോയിൻ ചെയ്യാം, ഞാനിവിടെ നിന്ന് ജോയിൻ ചെയ്യുന്നു കോളേജ് ഇവിടെ എവിടെ നോക്കിയിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം എടുത്തുകൊണ്ട് ഡ്രസ്സെല്ലാം പാക്കപ്പ് ചെയ്യണം. മോളോട് നിങ്ങൾക്ക് സർപ്രൈസ് ഉണ്ട് പറഞ്ഞു. വൈഫ് വന്ന് പറഞ്ഞു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഇല്ല എനിക്ക് എൻ്റെ വൈഫ് പറയാണ്, ഞാൻ ഒരു പ്ലേസിലേക്ക് വൈഫ് പറഞ്ഞു, എൻ്റെ അർജുൻ്റെ അമ്മക്ക് അർജുൻ്റെ അമ്മാൻ്റെ ചേച്ചിൻ്റെ മോൾക്ക് കല്യാണമാണ്. അതെ, ചെറിയ കുട്ടി, അവൾക്ക് കല്യാണമാണ്. ഞങ്ങൾ കല്യാണത്തിൽ പോയിട്ട് വരാൻ അർജുൻ അമ്മ വിളിച്ചായിരുന്നു, ഞാൻ പോയിട്ട് വരാം അങ്ങനെ പറഞ്ഞു. അവനായിട്ട് അമ്മ പോയി. അത് കണ്ട് ഇതാണ് പ്ലാൻ. മോളോട് പറഞ്ഞു, മോളെ നീ ഇത് കഴിച്ചോ, അവിടെ ഇത് കഴിച്ചോ മോളെ ഫുഡ്. ശരി അച്ഛാ, ഞാൻ ഫുഡ് കഴിച്ചച്ചാ. പറഞ്ഞേക്കടി അച്ഛാ, പറഞ്ഞേക്കടി ഈ ഫുഡ് കഴിക്കും. ശരി അച്ഛാ, അച്ഛനെന്നൊക്കെ ഫുഡ് തരുന്ന പറഞ്ഞേക്ക് ഹേമ, ഈ ഫുഡ് കഴിച്ചു. ശരി അച്ഛ, ഹേമ പറഞ്ഞു. ശരി, ഹേമ എന്നത്തെ പേരാണ്. ഹേമ ഫുഡ് കഴിച്ചു. അങ്ങനെയായിട്ട് ഫുഡ് കഴിച്ചു ഉറങ്ങിപ്പോയി. അത് ഉറക്കുന്ന ടാബ്ലറ്റായിരുന്നു ഫുഡ് കൊടുത്തത്, മയക്കാത്തത്. ഹേമ എല്ലാം വായി ഉളർന്ന വായാണ് ഹേമക്ക്. എല്ലാം അങ്ങനെ പറയൂ ഹേമ, നടന്ന കാര്യം പറയും. അങ്ങനെ ഹേമക്ക് ഫുഡ് കലക്കി കൊടുത്തു. ഹേമ അവിടെ മയങ്ങി വീണ കൊണ്ട് ഹേമനെ എടുത്തുകൊണ്ട് പോയി എയർപോർട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ എയർപോർട്ടിൽ പോയിട്ട് അവിടെ വണ്ടിയിലിരുത്തി. അങ്ങനെയായിട്ട് ഒരു ഫ്ലൈറ്റ് വന്നായിരുന്നു. അത് ഹേമൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് അവിടെ എയർപോർട്ടിലുള്ളത്. അവർ ഇങ്ങനെ ചെക്കപ്പ് ഒന്നും ചെയ്തില്ല. ശരി, എൻ്റെ മോള് മയങ്ങി വീണാൻ, എൻ്റെ മോൾക്ക് ഉറക്കായി, അവൾ എണിക്കുന്നില്ല. ശരി, ഹേമൻ്റെ അച്ഛൻ പറഞ്ഞു ഓക്കെ എന്നിട്ട് എയർപോർട്ടിൽ അങ്ങനെ ഫ്ലൈറ്റിലിരുത്തി അച്ഛനും. അങ്ങനെ ഫ്ലൈറ്റിലിരുത്തി ഒരാൾ വന്നായിരുന്നു. അവർ പ്രിയ അയച്ചതായിരുന്നു. പ്രിയൻ്റെ ഫ്രണ്ടായിരുന്നു, റോസ വിളിച്ചുകൊണ്ട് പോയി ഫ്ലൈറ്റിലിരുത്തി. അങ്ങനെ ഫ്ലൈറ്റിൽ കുറച്ച് നേരം പോകും എന്ന് പറഞ്ഞു.